പൂന പാക്ട്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം ഉണ്ടാവേണ്ട രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ അയിത്തജാതിക്കാരുടെ നിയമസഭാ പ്രാതിനിധ്യത്തെ സംബന്ധിച്ച് ഉടലെടുത്ത തർക്കത്തിനൊടുവിലുണ്ടായ ഒത്തുതീർപ്പാണ് പൂന പാക്ട്. ഡോക്ടർ അംബേദ്കറും മഹാത്മാഗാന്ധിയുമായിരുന്നു ഇതിൻ്റെ നേതാക്കൾ. ന്യൂനപക്ഷങ്ങൾക്ക് പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ വേണമെന്ന് ഡോക്ടർ BR അംബേദ്കർ വാദിച്ചു. മഹാത്മാഗാന്ധി അതിനെ ശക്തമായി എതിർക്കുകയുണ്ടായി. അയിത്തജാതിക്കാർക്ക് പ്രത്യേക നിയോജക മണ്ഡലങ്ങളും പ്രതിനിധികളും എന്നത് അംബേദ്കർക്ക് ഉപേക്ഷിക്കേണ്ടി വന്നു. 1930 ദളിതരുടെ അവകാശങ്ങൾക്കായി പോരാടാനായി അംബേദ്കർ ഡിപ്രസ്ഡ് ക്ലാസ് അസോസിയേഷൻ രൂപീകരിച്ചു. 1931 രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ ദളിതർക്ക് പ്രത്യേകം നിയോജക മണ്ഡലങ്ങൾ വേണമെന്ന് അംബേദ്കർ ആവശ്യപ്പെട്ടു. ബ്രിട്ടീഷ് സർക്കാർ ഇതിനോട് യോജിച്ചു. പക്ഷേ മഹാത്മാഗാന്ധി ഇതിനെ ശക്തമായി എതിർത്തു. പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ വന്നാൽ ഇന്ത്യൻ സമൂഹത്തെ വിഭജിക്കുമെന്നും ദളിതർക്ക് പൂർണ്ണമായ സ്വീകാര്യത ലഭിക്കാൻ ബുദ്ധിമുട്ടാണെന്നും അദ്ദേഹം വിശ്വസിച്ചു. ഈ തീരുമാനത്തിൽ പ്രതിഷേധിച്ച് ഗാന്ധിജി ഒരു നിരാഹാര സമരം നടത്തി. ചർച്ചകൾക്ക് ശേഷം 1932 പൂന ഉടമ്പടി എന്ന ഒത്തുതീർപ്പിന് അദ്ദേഹം സമ്മതിക്കുകയുണ്ടായി.